ചക്കയുടെയും മാങ്ങയുടെയും കാലമായതുകൊണ്ട് ഈ ചക്ക മാങ്ങ റെസിപ്പികൾ ഇങ്ങനെ മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഓൾറെഡി ഒരു മുൻകൂർ ജാമ്യം കഴിഞ്ഞ എപ്പിസോഡിൽ എടുത്തിരുന്നു. ഇതിന്ന് പക്ഷെങ്കിൽ എന്നോട് ചോദിച്ച ഒരു റെസിപ്പിയാണ് ചക്കക്കുരു ഇറച്ചിക്കറി ചെയ്യുന്നത് കാണിക്കാമോ എന്ന്. അപ്പോൾ ഇന്ന് ആ റിക്വസ്റ്റഡ് റെസിപ്പി ആയിട്ടുള്ള ചക്കക്കുരു ഇറച്ചിക്കറി വെക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എൻ്റെ കൂട്ടുകാർക്കെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ ഈ ചക്കക്കുരു ഇറച്ചിക്കറി എന്ന് പറയുന്നത് ഇറച്ചിക്കറി പോലെ ചക്കക്കുരു വെക്കുകയാണ്. അത് പിന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്. വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഇപ്പോൾ കട്ടിയുള്ള ബേസുള്ള ഒരു പാത്രം വെച്ചു. പ്രഷർ കുക്കർ ആണെങ്കിൽ എളുപ്പമുണ്ട്, കാരണം ചക്കക്കുരു ഒറ്റ വിസിലിൽ നമുക്ക് വെന്ത് കിട്ടും. ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചട്ടി ചൂടാകുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് പെരിഞ്ജീരകം പൊട്ടുന്ന ഉടനെ തന്നെ നമുക്ക് ചെറിയ ഉള്ളി, ഒപ്പം തന്നെ ഒരു 2 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്, എന്നിട്ട് ഇതൊന്ന് വഴലണം. ഒരു ചക്കക്കുരു ഒരു 3ആയിട്ട് കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ കുറുകെ 3ആയിട്ട് കട്ട് ചെയ്താൽ അപ്പോൾ അത് ഇറച്ചി കഷ്ണം പോലെ കിടക്കാനായിട്ടാണ്. ഇതിൻ്റെ ബ്രൗൺ തൊലി മുഴുവൻ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല പൊടിയുള്ള ചക്കക്കുരു ആണെങ്കിലാണ് ബെസ്റ്റ്. ഉള്ളി ഇങ്ങനെ പകുതി വഴലുന്ന ഉടനെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല, ഞാൻ ക്രഷ് ചെയ്തതേ ഉള്ളൂ നന്നായിട്ട്. അതിട്ട് ഒന്നുകൂടെ ഒന്ന് റോസ് സ്മെല്ല് പോകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പും കൂടി ഇടാം. അപ്പോൾ ഉള്ളിയിൽ ഉപ്പും അരിയൊക്കെ പിടിക്കും. അപ്പോൾ ഇത് ഏകദേശം വഴന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. മല്ലി ചേർത്ത് പൊടിച്ച ഗരം മസാലയാണ്. അതിൻ്റെ റെസിപ്പി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞളും. ഇതൊന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് സമയം കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ വേണം, കാരണം ഇനി നമ്മൾ ചക്കക്കുരു ചേർക്കാൻ പോവാണ്. അപ്പോൾ അതിനോടുള്ള മസാല ഇതിനകത്ത് ഉപ്പൂടെ ചേർക്കണം നമ്മൾ. ഇനിയും ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇടണം. അത് അത്യാവശ്യമാണ്. ചക്കക്കുരു ഇറച്ചിക്കറിക്ക് കട്ട് ചെയ്ത് കഴുകി വെച്ച ചക്കക്കുരു ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം മസാലയ്ക്ക്. കാര്യം ഇനി പ്രഷർ കുക്ക് ചെയ്യാനാണ് പോകുന്നത്. ഒറ്റ വിസിൽ വന്നാൽ മതി. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഒരു നെകക്ക വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കത് പ്രഷർ കുക്ക് ചെയ്താൽ മതി. പെട്ടെന്ന് വേകാനായിട്ട് ഒരു വറ്റൽമുളകിടാം. വിസിൽ വരുമ്പോൾ തിളച്ച് മുകളിലോട്ട് പോകാതിരിക്കാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപ്പും എരിയും ഒക്കെ കറക്റ്റാണ്. അപ്പോൾ ഇത് പ്രഷർ കുക്ക് ചെയ്യാം. പല പ്രഷർ കുക്കർ വീട്ടിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് വെയിറ്റ് തന്നെ വയ്ക്കുക. ഒരു വിസിൽ വരട്ടെ. ഗ്യാസ് എല്ലാം പോയി. തേങ്ങാക്കൊത്തൊക്കെ ആയിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടോ. നമുക്കിതിൻ്റെ വെള്ളം ഒരു ശകലം കൂടെ ഒന്ന് പറ്റിക്കണം. നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ചാറ് നമുക്കൊരു ശകലം കൂടെ ഒന്ന് കുറുകാനുണ്ട്. അപ്പോൾ ഞാനതൊന്നുകൂടെ ഒന്ന് ഓൺ ചെയ്ത് ആ ചാറൊന്ന് കുറുകട്ടെ. കടുകും കൂടെ വറക്കാം. പാൻ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുക് ഇട്ടു. കടുക് പൊട്ടുന്ന ഉടനെ നമുക്ക് കൊച്ചുള്ളി ഇടാം. ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാവട്ടെ. ഇതിങ്ങനെ ബ്രൗൺ കളറാകാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യണം, അല്ല പിന്നെ അങ്ങ് കരിഞ്ഞു പോകും. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇടാം. ഒരു മുളക്, വറ്റൽമുളക് ഒന്ന്. അപ്പോൾ നമ്മുടെ കടുക് വറുത്തതും റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിനി കറിക്കകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു ഇറച്ചിക്കറി റെഡിയാകും. നിങ്ങളിത് ചെയ്തിട്ടില്ല എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. കറി കൊഴുത്തിരിപ്പുണ്ട്. നമുക്കതിനകത്തേക്ക് ഉള്ളിയെല്ലാം കൂടി ഇടാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എന്നാ സ്വയംഭൻ കറിയാണെന്നറിയുമോ? ഇത് ഇറച്ചിക്കറി പോലെ തന്നെ ഇരിക്കുന്ന ചക്കക്കുരു കറിയാണിത്. ഫീഡ്ബാക്കൊക്കെ കമൻറ്റ്സ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.